നമസ്കാരം സുഹൃത്തുക്കളെ. ശ്രീ ജിൻഡോ ജോണിനോടാണ് എൻ്റെ ചോദ്യം. അതായത് സീറോ മലബാർ സഭ എന്ന് പറഞ്ഞ കുറേ സഭകൾ ചേരുന്ന ഒരു സംഭവമാണ് ഈ സീറോ മലബാർ സഭ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് റോമൻ കാത്തോലിക് ഉണ്ട്, ജ്ഞാനായ ഉണ്ട്, അങ്ങനെ ഒരുപാട് വേറെ വിഭാഗങ്ങളുള്ള ഒരു സംഭവമാണ് സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ കഴിഞ്ഞ ദിവസം ജിൻഡോ ജോൺ പറഞ്ഞതിനകത്ത് സീറോ മലബാർ സഭ എന്നല്ല പറഞ്ഞത്. അതിൽ തന്നെ മുന്തിയ ജാതി എന്ന് പറയുന്നത്, അതായത് നമ്മൾ നായർ നമ്പൂരി എന്നൊക്കെ ഞങ്ങൾ വലിയ മുന്തിയ ജാതിയാന്ന് പറയുന്നവർ മറ്റുള്ളവർ ആക്ഷേപിക്കുമ്പോൾ പറയുന്നത് അതുപോലെ അതേപോലെ തന്നെ അതിലെ മുന്തിയ ജാതിയാണ് റോമൻ കത്തോലിക്ക്. അപ്പോൾ പുള്ളി ആ പേര് കൂട്ടിയിട്ടാണ് പുള്ളി ആ ഒരു ട്രോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലെ തന്നെ മുന്തിയ ജാതിയാണ് പുള്ളി എടുത്തിരിക്കുന്നത്. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അങ്ങനെ പറയുന്നത് ശരിയല്ല. അതായത് പണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കല്യാണാലോചന തുടങ്ങിയ സമയത്ത് പത്രത്തിലൊക്കെ നമ്മൾ നോക്കും. അപ്പം ഞങ്ങളിങ്ങനെ കളിയാക്കും, വെറും ക്രിസ്ത്യാനിയൊന്നും പോരാ, ആപ്പൂക്കാക്ക വേണം. ഇതെന്താണ് ഈ ആപ്പൂക്കാക്ക? അന്ന് ഞങ്ങൾക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ല. അതൊന്നും പറ്റത്തില്ല, എനിക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആപ്പൂക്കാക്ക തന്നെ വേണം. അതിപുരാതന കത്തോലിക്ക കുടുംബം, ഇതാണ് ആപ്പൂക്കാക്ക. അതായത് അത്രയും നമ്മൾ ഈ പത്രത്തിലെ മാട്രിമോണി ഇടുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ വേർഡിനാണ് പൈസ ആകുന്നത്. അപ്പം അതിപുരാതന കത്തോലിക്ക കുടുംബം എന്നൊക്കെ എഴുതി വരുമ്പോൾ തന്നെ കുറേ കാശങ്ങ് പോകും. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ചുരുക്ക പേരാണ് ആപ്പൂക്കാക്ക, അതിപുരാതന കത്തോലിക്ക കുടുംബം. അപ്പം ഞങ്ങൾ പണ്ട് കളിയാക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ്, ആപ്പൂക്കാക്ക വെറും ക്രിസ്ത്യാനിയൊന്നും പോലെ, വെറും കത്തോലിക്കനൊന്നും പോലെ, ആപ്പൂക്കാക്ക തന്നെ വേണം എന്ന് ഞങ്ങളിങ്ങനെ കളിയാക്കി പറയുമായിരുന്നു. അപ്പം അതുപോലെ ഒരു ആപ്പൂക്കാക്കയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ജിൻഡോ ജോൺ. അതായത് ആ ഒരു ജാതിയിൽ ഭ്രമിച്ചു നിൽക്കുന്ന ഒരാള്. അപ്പം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട് എന്താണെന്ന് ഏകദേശം നമുക്കൊന്ന് മനസ്സിലാകും, അല്ലേ? അപ്പം സ്വന്തം പേരിന്റെ കൂടെ അച്ഛന്റെ പേര് ചേർത്തപ്പോൾ ഇത്ര വലിയ അസഹിഷ്ണുത ഉണ്ടാവേണ്ട കാര്യം ജിൻഡോ ജോണിന് എന്താണെന്ന് അദ്ദേഹം ആ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ആ പുള്ളി പറഞ്ഞ കാര്യത്തിൽ വെച്ച് പുള്ളി അതിൽ വലിയ ഒരു ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടതാണെന്ന് എനിക്കും വേണേ ഒരു ചാൻസ് തരാമെന്നൊക്കെ, എന്നെ കൂടെ വേണേൽ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉള്ളൊരു തോന്നലോ എന്തൊക്കെയോ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ ഡോക്ടറാണെന്ന് ഓർക്കണം, വലിയ അറിവുള്ളവനാണ്. ഡോക്ടർ ജിൻഡോ എന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ ഒക്കെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഡോക്ടർ ജിൻഡോ എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തിലാണ് പുള്ളി ഡോക്ടറേറ്റ് എടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. അത് വളരെ രസകരമായ ഒരു സംഭവമായിപ്പോയി. ഈ സീറോ മലബാർ സഭയിലെ റോമൻ കത്തോലിക്കെന്ന് തന്നെ ചേർത്തത് ജിൻഡോ ജോണിൻ്റെ ആ ജാതിയുടെ ആ ഒരു പുള്ളി അത്രയും വലിയൊരു ജാതിയിൽപ്പെട്ട ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെന്തായാലും അറിയില്ല. എന്തായാലും അച്ഛൻ്റെ പേര് പറയുന്നത് അഭിമാനപൂരമായിട്ടുള്ള അച്ഛന്മാരുള്ളവർക്കെല്ലാം അഭിമാനമുള്ള, അവരുടെ അച്ഛൻ്റെ പേര് പറയാൻ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് പറയാൻ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതാണ് അദ്ദേഹം എന്തായാലും മുഖ്യമന്ത്രി ചെയ്തത്. അതിനകത്ത് വലിയ തെറ്റൊന്നും അതുപോലെ ഒരു അച്ഛൻ്റെ മകളായിട്ട് ജനിച്ച എനിക്കും ഒന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ള അച്ഛൻ ജയിച്ചവർക്കൊന്നും ആരും അവരുടെ അച്ഛൻ്റെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കൂട്ടി മുസ്ലിമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഒരു പേരിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്